ഈശ്വരസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം. പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുവാൻ തുടങ്ങി. ഈശോ തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ച് ഒന്നാമതായിട്ട് പ്രവചിക്കുമ്പോൾ അത് കേട്ട പത്രോസ് ഈശോയോ മാറ്റി നിർത്തി പറയുന്ന വാക്കുകൾ, അതെ, നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ. സ്നേഹം കൊണ്ട് ഈശോയോട് ഈശോയെ നിന്റെ ജീവിതത്തിൽ ഒരു സഹനവും ഉണ്ടാകാതിരിക്കട്ടെ. എന്നാൽ ഈശോ എന്താണ് ചെയ്തത്? സാത്താനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്രോസിനെ മാറ്റി നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് പത്രോസിനെ സാത്താനെ എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയത്? ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സമായിട്ട് പത്രോസ് നിന്നപ്പോൾ സ്വർഗരാജ്യത്തിന്റെ താക്കോലേൽപ്പിച്ച അല്ലെങ്കിൽ സ്ത്രീഹന്മാരിൽ പ്രധാനിയായ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ച് ഈശോ മാറ്റി നിർത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കണം, ഇത് ഇഷ്ടംപോലെ തടസ്സം ഉണ്ടാവും കേട്ടോ. പല വ്യക്തികളിലൂടെ ഒരുപക്ഷെ നമ്മളൊക്കെ ഏറ്റവും സ്നേഹിക്കുന്നവരായിരിക്കാം, പക്ഷേ ദൈവഹിതത്തിന്, ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് ആര് തടസ്സം നിന്നാലും, അതെത്ര സ്നേഹിക്കുന്നവരായിക്കോട്ടെ, നമ്മുടെ സ്വന്തമായിക്കൊള്ളട്ടെ, അവരെ മാറ്റി നിർത്താൻ പറ്റും. അവരാരാണ്? സാത്താനാണ്. കാരണം ഞാൻ തമ്പുരാനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പല തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല വ്യക്തികളിലൂടെ ആയിരിക്കാം, പല വസ്തുക്കളിലൂടെ ആയിരിക്കാം, സ്ഥാനമാനങ്ങളിലൂടെ ആയിരിക്കാം. ഇവയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തിന്മയാണ്, സാത്താനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവ മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവയെ മാറ്റിവെച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പലപ്പോഴും നമുക്ക് ഇന്നത് പറ്റുന്നില്ല, നോ പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ചില സൗഹൃദങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം നോ പറഞ്ഞാൽ എൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു പോകും. സാത്താന്റെ കൂടെ നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സാത്താന്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങി പാപത്തിന് അടിമപ്പെട്ട് നമ്മൾ പോവുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കുക, ദൈവഹിതം ഏറ്റവും പ്രധാനപ്പെട്ടവ. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് ആര് തടസ്സം നിന്നാലും അത് സാത്താനാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാറ്റാനായിട്ട്, ദൈവഹിതത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട്, അവന്റെ വചനം അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.